നടി അഞ്ജലി നായർ. അഞ്ജലി നായർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റിയലായിട്ട് അഭിനയിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ അത് ഒരുപാട് പടങ്ങളിൽ ഇതുപോലെ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ BJP സ്ഥാനാർത്ഥിയാണ്. തൃപ്പൂണിത്തറ. എന്തായാലും കുറച്ച് സിനിമാക്കാരെ BJPക്കാർ എടുത്തതിൽ വളരെയധികം സന്തോഷം. പിന്നെ നമുക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത് അഞ്ജലി നായരുടെ രണ്ടാമത്തെ കല്യാണം കഴിച്ചിട്ടുള്ള ആളാണ്. ആദ്യത്തെ കല്യാണം അനിൽ ഉപാസന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആളായിട്ടാണ്, ക്യാമറമാൻ ആവുന്നുണ്ട്, കല്യാണം കഴിച്ചത്. അതിൽ ഒരു പെൺകുട്ടിയുണ്ട്. പക്ഷേ ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കാരണം ഡൈവേഴ്സായി. അപ്പോൾ മകൾ എന്തായാലും അമ്മയുടെ കൂടിയാണ് താമസിക്കുന്നത്. പിന്നെ ഒരു അജിത് രാജ് എന്ന് പറഞ്ഞ ഒരാളെ കല്യാണം കഴിച്ചു. അതാണ് ഇപ്പോൾ അടുത്ത് കുറേ നാളായിട്ട് മുമ്പാണ് അജിത് രാജിനെ കല്യാണം കഴിച്ചത്. ഇപ്പോൾ ഇതൊന്നല്ല പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഇപ്പോൾ ഒളിച്ചു വയ്ക്കാൻ ആഗ്രഹിക്കുന്ന, എല്ലാവരും മറച്ചു വയ്ക്കാൻ ആഗ്രഹിക്കുന്ന, ആരും പറയാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മുടെ അഞ്ജലി നായർ സോഷ്യൽ മീഡിയയിൽ കൂടെ ജനങ്ങളെ അറിയിച്ചു. അതാണ് നമുക്കിവിടെ ഒരു പുതുമയായിട്ട് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യ ഭർത്താവിലുള്ളതാണ് ഒരു മകൾ. ആ മകൾ ഋതുമതിയായത് ഇപ്പം ഇന്നത്തെ കാലത്ത് അതൊന്നും ആരും പുറത്ത് പറയില്ല. കാരണം അതെന്തൊക്കെയോ ഒരു നാണക്കേടായിട്ട് തോന്നും. പക്ഷെ അങ്ങനെയല്ല. പണ്ടത്തെ കാലത്തെ അതേ ആചാരങ്ങളോടെ അതേ എല്ലാം കൂടി അഞ്ജലി നായർ വളരെ ആഘോഷപൂർവ്വം ആഘോഷിച്ചു എന്നുള്ളതാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മകളെ നല്ല സെറ്റ് സാരിയൊക്കെ ഉടുപ്പിച്ച്, മഞ്ഞൾ വെള്ളത്തിലൊക്കെ കുളിപ്പിച്ച്, ബന്ധുക്കാരെയൊക്കെ അറിയിച്ച്, എല്ലാ ആൾക്കാരെയൊക്കെ ഭക്ഷണമൊക്കെ കൊടുത്ത് വളരെ പ്രകാരം അത് നടത്തി. അത് വലിയൊരു കാര്യമാണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു പെൺകുട്ടിക്കും ഋതുമതിയായി എന്ന് പറഞ്ഞാൽ അവൾ അതുവരെ ഉണ്ടാകുന്ന ജീവിതത്തിൽ നിന്ന് മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കണം. ആ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കേണ്ട സമയമാണ് ഇവിടെ നിന്ന് അങ്ങോട്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല അപകടങ്ങളും ചതിവുകളും എല്ലാം ഒളിഞ്ഞിരിക്കുന്ന ഒരു സമൂഹത്തിലേക്കാണ് പിന്നെ ഇറങ്ങിച്ചെല്ലണത്. അപ്പോൾ ആ ഇറങ്ങിച്ചെല്ലുമ്പോൾ കല്ലും മുള്ളും എല്ലാം നിറഞ്ഞതാണ്. അപ്പോൾ അതിന് ഒരു സുരക്ഷിതം, ഒരു ബോധവൽക്കരണമാണത്. അത് പെൺകുട്ടികൾക്ക് നല്ലതാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ പണ്ടത്തെ പോലെ ജീവിച്ചാൽ ശരിയാവില്ല. ഇനിയിപ്പോൾ കല്യാണം കഴിക്കേണ്ട സമയമായി. അതുപോലെ തന്നെ എന്തെങ്കിലും അപകടം പറ്റാവുന്ന സമയങ്ങളാണ് അത് സൂക്ഷിക്കണമെന്നുള്ളത്. എന്തായാലും അഞ്ജലി നായർ തൃപ്പൂണിത്തറ BJP സ്ഥാനാർത്ഥിയാണ്. നല്ല ചുറുചുറുക്കുള്ള ഒരു സിനിമയിൽ കാണുന്ന പോലെ തന്നെ വളരെ ചുറുചുറുക്കോടെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ മൂപ്പര് ഇടപെടുന്നത്. എല്ലാ വോട്ടർമാരും കാണുന്നുണ്ട്. എല്ലാവരും ആ അഞ്ജലി നായരെ വിജയിപ്പിക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. നല്ലൊരു ആർട്ടിസ്റ്റാണ്. അതുപോലെ തന്നെ നല്ലൊരു അമ്മയാണ്. എല്ലാം കൊണ്ടും നിങ്ങൾക്ക് തൃപ്പൂണിത്തറയ്ക്ക് നല്ലൊരു MLA കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം.